കാലടി സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെയും അവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും SFIക്കാർ ആക്രമിച്ചു. ഇത് വലിയ വാർത്തയായിരുന്നു. ഒരു സർവകലാശാല വൈസ് ചാൻസലറെയാണ് SFI എന്ന ആ വിദ്യാർത്ഥി സംഘടന കോളേജിനകത്ത് കയറി അവരെ ദേഹോപദ്രവേൽപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും കേരള യൂണിവേഴ്സിറ്റിയിലും പല യൂണിവേഴ്സിറ്റികളിലും ഈ SFI DYFI ഗുണ്ടകൾ നിരന്തരം ആക്രമിക്കുകയാണ്. അതിന് ആ പാർട്ടി അവർക്ക് ലൈസൻസ് കൊടുത്ത പോലെയാണ് തോന്നുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു പരാതി അവിടുത്തെ കാലടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതേ സമയത്ത് നടപടി ഉണ്ടായില്ല, കേസെടുത്തില്ല. അവർക്ക് പരിക്കേറ്റിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു. ഒരു കേസും രജിസ്റ്റർ ചെയ്തില്ല. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ബാക്കി പത്രം തന്നെയാണ് കാലടി പോലീസ് എന്ന് തോന്നുന്നു. ഒരു വൈസ് ചാൻസലറുടെ മുറിക്കകത്ത് കയറിയ ട്രസ്പാസ് ആകില്ലേ? അവരൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനോ ഓഫീസ് സംബന്ധ കാര്യത്തിന് ചെന്നാൽ അല്ല. പക്ഷേ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ വൈസ് ചാൻസലർ മുറിക്കകത്ത് കയറിയ ട്രസ്പാസ് ആകത്തില്ലേ? നോൺ ബെയിലബിൾ അല്ലേ കുറ്റം? എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല? ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിലുള്ളവരായിക്കോട്ടെ, കേസ് വേണ്ടേ? മുഖ്യമന്ത്രി സതീശൻ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കേസെടുത്തില്ല. അതേ സമയത്ത് നടപടിയെടുത്തില്ല എന്ന് കണ്ട് അവർ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിക്കും മന്ത്രിക്കും DGPക്കൊക്കെ പരാതി കൊടുത്ത് നടപടി ഉണ്ടായില്ല. ഇപ്പം കേരള ഗവർണർ DGPയെ തൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുക്കും. ഒരു ഗവർണർക്ക് ഇങ്ങനൊരു സംഭവത്തിൽ ഇടപെടാനും കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുക്കേണ്ടിയും വന്നത് കേരളത്തിൽ സതീശൻ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്താണ്. ഇവിടെ SFI ആയാലും DYFI ആയാലും ഗുണ്ടകളായാലും അഴിഞ്ഞാട്ടം അനുവദിക്കില്ല. അഴിഞ്ഞാടാൻ സമ്മതിക്കത്തില്ല. ഗവൺമെൻറ് നയം അതാണ്. ഒരു വൈസ് ചാൻസലർ വിളിച്ച് അല്ലെങ്കിൽ വൈസ് ചാൻസലർ ഫോണിൽ വിളിച്ച് പരാതിപ്പെടുകയോ പരാതി എഴുതി കൊടുക്കുകയോ ചെയ്താൽ എന്തുകൊണ്ട് അവിടുത്തെ SHO കേസെടുത്തില്ല? വലിയൊരു വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്ത്. അവരാരും അങ്ങനെ കള്ളം പറഞ്ഞൊന്നും നേടാനായിട്ട് അവർ ശ്രമിക്കില്ല. വൈസ് ചാൻസലറാണ്. ഡോക്ടർ സിസ തോമസ് നേരത്തെ ഇരുന്ന വൈസ് ചാൻസലർ പദവിയിൽ ഇരുന്ന സ്ഥലത്തുമൊക്കെ ഇതുപോലെ SFI അഴിഞ്ഞാടിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ആ രീതിയിൽ തന്നെ അവരെ ഓഫീസിനകത്ത് കയറി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഉപദ്രവിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. അവർ ദേഹത്ത് തൊട്ടോ? കേസല്ലേ വേണ്ടത്? അത് ജാമ്യമില്ലാത്ത വകുപ്പിച്ച് കേസെടുക്കണ്ടേ? എന്തുകൊണ്ട് അവിടുത്തെ SHO ചെയ്തില്ല? അയാൾക്കെതിരായിട്ടല്ലേ ആദ്യം നടപടി വേണ്ടേ? ഒരു വൈസ് ചാൻസലറല്ലേ പരാതിക്കാരി? അത് കേസെടുക്കുക ചെയ്യുകയും അത് തന്നെ തെറ്റാണെങ്കിൽ റെഫർ ചെയ്ത് കളയാനുള്ള അധികാരം ഉണ്ടല്ലോ. എന്തുകൊണ്ട് കേസെടുത്തില്ല? ഏതായാലും ഗവർണർ DGPയെ വിളിച്ചു വരുത്തി കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുക്കേണ്ടി വന്നു. നേരത്തെ ഇരുന്ന ഗവർണറുടെ അവസ്ഥ നമുക്കറിയാം. രാഷ്ട്രീയപരമായി ഗവർണറെ കൈകാര്യം ചെയ്യാൻ SFI കുട്ടികളെ റോഡിലിറക്കി നിർത്തി ഗവർണറെ കാറ് വന്നപ്പം തടഞ്ഞ സംഭവം നമുക്കറിയാം. തിരുവനന്തപുരം പാളയത്ത് വെച്ച് തടഞ്ഞു. കാറ് പോറലുണ്ടായി. അദ്ദേഹം റോഡിൽ ഇറങ്ങി നിന്ന് കുട്ടികളെ വെല്ലുവിളിച്ചു. ഒരു ഗവർണർക്ക് തൻ്റെ സംസ്ഥാനത്ത് യഥേഷ്ടം നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ പരാജയം തന്നെയാണ്. എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ, രാഷ്ട്രീയ എന്ത് ചിന്തയുണ്ടായിക്കോട്ടെ, ഭരണകർത്താക്കൾ അവിടെ ഗവർണർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട വ്യക്തികളാണ്. പക്ഷേ കഴിഞ്ഞ ഗവർണർ നമുക്കറിയാം, അതേ ഒത്തിരി വേദനിച്ചു. രണ്ടാമത് പേട്ട പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് കുറേ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കാർ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും തടഞ്ഞു. പേട്ട പോലീസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അന്നും രാഷ്ട്രീയം കളിച്ചു ഗവൺമെൻറ്. ആ ഗവർണറെ 2-3 സ്ഥലത്ത് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തടയുകയും കല്ലെടുത്തെറിയുകയും ചെയ്തതായിട്ട് അന്ന് നമ്മൾ വാർത്തകൾ കണ്ടു. എന്തൊരു അക്രമ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി നോൺ ബെയിലബിൾ സെക്ഷനുള്ള വകുപ്പിട്ട് ഡോക്ടർ സിസ തോമസിൻ്റെ മൊഴി വാങ്ങിച്ച് അടിയന്തരമായിട്ട് കേസെടുത്ത് ആ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അവരെ
റിമാൻഡ് ചെയ്യണം, നടപടിയെടുക്കണം. ആ കേസ് രജിസ്റ്റർ ചെയ്യാത്ത അവിടുത്തെ SHO എന്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത്? അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകണം. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോയെങ്കിൽ പോലീസ് മര്യാദക്കാരാവുള്ളൂ, SFIക്കാർ മര്യാദക്കാർ ആവുകയുള്ളൂ. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും സർവകലാശാലയിൽ നിന്നും ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഗുണ്ടകളായി വരുന്ന ഈ കുട്ടികൾക്ക് എതിരായി നടപടി വേണം. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്കൂളിലും കോളേജുകളിലും രാഷ്ട്രീയം പ്രോഹിബിറ്റ് ചെയ്യണം. അവർക്ക് സംഘടിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് ഒരു കോളേജിലോ സർവകലാശാലയിലോ ഉള്ള ആൾക്ക് വേണമെങ്കിലും സമരം നടക്കാം. അതിന് രാഷ്ട്രീയ പാർട്ടി വേണമെന്നില്ല, അവരുടെ കൊടി വേണമെന്നില്ല. കാരണം ഇപ്പോൾ ജെൻസിയുടെ നടന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടാണോ ജെൻസി ആ ജന്തർ മന്ദിറിലുണ്ടായ സംഭവം നടത്തിയത്? പ്രതിഷേധിച്ച് ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലേ? ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞാണോ അവർ വന്നത്? ഒരു ഇഷ്യൂവിൻ്റെ പുറത്താണ്. അപ്പോൾ അങ്ങനെയാണ് അവർ വിജയക്കൊടി നാട്ടിയത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി പണിയാളകളായി നടക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഇഷ്യൂ ബേസിൽ എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ ആ ബേസിൽ അവർക്ക് സംഘടിച്ച് സമരം ചെയ്യാം. അതിന് രാഷ്ട്രീയ പാർട്ടികളെ ഒത്താശ വേണ്ട. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, സംസ്ഥാന നേതാക്കളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്കകത്ത് ആ SFI DYFIക്കാരെ അവർക്ക് പിന്തുണ കൊടുക്കാൻ എത്തിയത് നമ്മൾ കണ്ടു. അത് രാഷ്ട്രീയമല്ല, അത് അരാഷ്ട്രീയമാണ്, അത് അക്രമമാണ്. അതിനെതിരായിട്ട് സംഘടിച്ചേ പറ്റുള്ളൂ. ഏതായാലും ഡോക്ടർ സിസ തോമസ് വാദിയായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. ആ SFI എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത്രയും പേരെ പ്രതിയാക്കണം. അത് കേസ് നല്ല രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അത് ക്രൈംബ്രാഞ്ചിന് വല്ലതും ട്രാൻസ്ഫർ ചെയ്യണം. അത് ലോക്കൽ പോലീസ് ഇനി അന്വേഷിക്കേണ്ട. അവർക്ക് ചില താല്പര്യങ്ങൾ അവിടെ ഉണ്ട്, രാഷ്ട്രീയ താല്പര്യം തന്നെയാണത്. അങ്ങനെയുള്ളവർ ഇപ്പോൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അത് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഗവൺമെൻറ് ഉത്തരവുണ്ടാവണം. കാരണം ഇപ്പം ഗവർണർക്ക് ഒരു സംസ്ഥാനത്തെ DGP വിളിച്ചു വരുത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഗവർണർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനക്കാരായ വൈസ് ചാൻസലറാണ് ആ സർവകലാശാലയുടെ. അവർക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായിരുന്നോ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് അത് വലിയ ക്ഷീണമാണ്. അടിയന്തര നടപടി ഈ കാര്യത്തിലുണ്ടായി. ആ സമരം നടത്തി ട്രസ്പാസ് ചെയ്ത് കയറിയവരും അവരെ ദേഹോത്തരം അവർക്കെതിരെ നടപടിയുടെ ഭാഗമായി അടിയന്തരമായിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. അതിലേക്ക് പോലീസ് എത്രയും പെട്ടെന്ന് നീങ്ങും എന്ന് ഞാൻ കരുതുന്നു.